എന്തോ ഒരു വണ്ടികളല്ല, എന്തൊരു ഭംഗിയല്ല കാണാനായിട്ട്, പളവളാത്തളയും കൊണ്ടിരിക്കണം ഈ വണ്ടികളൊക്കെ. ഇതൊക്കെ ടാറ്റയുടെ വണ്ടികളാണ്, നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ ഞാൻ നിൽക്കുന്നത് ടാറ്റയുടെ ഷോറൂമിലാണ്, ഹൈസർ മോട്ടോഴ്സിലാണ്, തൃശ്ശൂർ പുഴക്കേപ്പാടത്തുള്ള ഷോറൂമിലാണ്. അപ്പോൾ ഇന്ന് ഇവിടെ ഒരു ഗംഭീര സംഭവം നടക്കാൻ പോവാണ്. അതായത് നമ്മുടെയൊക്കെ കുറെ കാലങ്ങളായിട്ട് നമ്മളൊക്കെ ഉറക്കം കെടുത്തിരുന്ന ഒരു വാഹനമായ Curvv.ev SUV കൂപ്പയുടെ ലോഞ്ചിങ് ആണ് ഇന്ന് നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ഞാനും ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഫംഗ്ഷന് പങ്കെടുക്കുന്നത്. അപ്പോൾ എന്നെ ഫസ്റ്റ് വിളിച്ച ടാറ്റ മോട്ടോഴ്സിലെ സ്റ്റാഫിനോട്, പ്രത്യേകിച്ച് ജിനോ ചേട്ടനോടും വളരെയധികം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ ആരംഭിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ തന്നെ പൂക്കൾ കൊണ്ടുള്ള മാല ഇട്ട് അലങ്കരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ അത്തക്കൾ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിൽ ഹൈസർ മോട്ടോഴ്സ് എന്ന് എഴുതിയിട്ടുണ്ട്. ഒരു മഹാബലിനെ നമുക്കിവിടെ കാണാൻ സാധിക്കും. പിന്നെ നല്ല അടിപൊളി സീറ്റിംഗ് ആയിട്ടുള്ളതാണ് ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത്. ഇതെല്ലാം ഇവിടുത്തെ ഗസ്റ്റുകളും കസ്റ്റമേഴ്സും വലിയ വലിയ ആൾക്കാരൊക്കെയാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ പാട്ടും കലാപരിപാടികളൊക്കെ ആയിട്ട് പല പല പരിപാടികളും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ ഇവിടുത്തെ സ്റ്റാഫുകളാണ്. നല്ല സെറ്റ് മുണ്ടൊക്കെ കൊടുത്ത് നല്ല സുന്ദരികളായിട്ടാണ് എല്ലാവരും ഇന്ന് വന്നിരിക്കുന്നത്. പിന്നെ ഇതാണ് നമ്മുടെ മുതൽ Curvv.ev മൂടി പുറത്തിട്ടൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ലോഞ്ചിങ്ങിലാണല്ലോ എല്ലാവരും വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും അത് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതാണ് ഈ കാണുന്നത്. ഞാനും അതെ. അതിൻ്റെ അതൊന്ന് പുതപ്പൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ കാണാൻ പോകുന്ന അല്ലെങ്കിൽ നടക്കാൻ പോകുന്ന ഒരു ചരിത്ര സംഭവം തന്നെയായിരിക്കും. അപ്പോൾ എല്ലാവരും അങ്ങനെ കാത്തിരിക്കുകയാണ്, ഞാനും കാത്തിരിക്കുകയാണ്. അപ്പോൾ അവിടെ പരിപാടി അവിടെ തുടങ്ങുന്നുള്ളൂ. അപ്പോഴേക്കും നമുക്ക് വണ്ടികളാണ് നമ്മുടെ മെയിൻ ബിസിനസ്. അപ്പോൾ അവിടെ പാട്ടും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ ഗ്യാപ്പിൽ ഇവിടെ കുറേ വണ്ടികളൊക്കെ ഉണ്ട് ടാറ്റയുടെ. അപ്പോൾ ടാറ്റയുടെ വണ്ടിയിൽ ഇവിടെ ഉണ്ടാവുള്ളൂ. പിന്നെ കസ്റ്റമേഴ്സിൻ്റെ കുറച്ച് വണ്ടികളും കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കാനായിട്ട് ഞാൻ ഇവിടെയൊക്കെ വന്നിട്ടാണ്. സാധാരണ നമ്മൾ വീഡിയോ എടുക്കാൻ വരുമ്പോൾ ഇവിടേക്കൊന്നും വരാറില്ല. നമ്മൾ ആ ഷോറൂമിൻ്റെ മുന്നിൽ നിന്നിട്ട് വീഡിയോ എടുക്കും, വണ്ടി പുറത്തേക്ക് കൊണ്ടുപോകും, അതുകൊണ്ട് പോവും. ഇപ്പോൾ കണ്ടില്ലേ ഞാൻ ഈ വണ്ടികളുടെ ഇടയ്ക്കൂടെയൊക്കെ നടന്നു വരുന്നത്. ഇത്ര വണ്ടികളല്ലേ, എന്താ അല്ലേ ശരിക്കും ടാറ്റ എന്ന കമ്പനി നമ്മളെ ഞെട്ടിക്കുക എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഭയങ്കര ഞെട്ടുള്ള സംഭവം തന്നെ അല്ലേ. എത്ര വണ്ടികളല്ലേ, പുറകിലും സൈഡിലും. എൻ്റെ പൊന്നേ, എത്ര ഉണ്ടാവും? ഒരു 1000 മതിയാവോ? 1000 ഒന്നും പോരാല്ലേ, അതിൽ കൂടുതലുണ്ടാവില്ലേ. അത്രമാത്രം വണ്ടികളൊക്കെ എടുക്കുന്നുണ്ട്, ഒരു രക്ഷയില്ല. അടിപൊളി വണ്ടിയല്ലേ. എല്ലാം എന്താ പറയുക, പുതിയ വണ്ടികൾ എടുക്കുന്നുണ്ട്. പിന്നെ ചില വണ്ടിയൊക്കെ നമുക്ക് സർവീസിന് വേണ്ടിയിട്ടുള്ള വന്നിട്ടുള്ള വണ്ടികളൊക്കെ അവിടെ എടുക്കുന്നുണ്ടായിരിക്കും. ഒരുപാട് വണ്ടികൾ. അയ്യോ, ശരിക്കും ഇത്രയും വണ്ടികളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു എന്ന് പറയാൻ ഞാൻ ചിന്തിച്ചു പോവാണ്. ഇതൊന്നും നോക്കാറില്ല അവിടെ ഒന്നും. കണ്ടില്ലേ, അടിപൊളിയില്ലേ, സൂപ്പർ ആണ്. അതിപ്പുറത്തെ കൂടെ ഒക്കെ നടന്നു പോകുമ്പോൾ എത്ര വണ്ടികളല്ലേ അവിടെ കിടക്കണേ. ആഹാ, കൊള്ളാം, അടിപൊളി. ഇതൊരു ടൈഗോർ കിടക്കണം ഇവിടെ, പുതിയ വണ്ടി കിടക്കുന്നുണ്ട്. പിന്നെ പഞ്ച് കിടക്കുന്നുണ്ട്, ഹെക്സ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വണ്ടി കേട്ടോ ഹെക്സ. അപ്പോൾ കണ്ടില്ലേ, ആ കാണുന്നതാണ് സർവീസ് സെൻറ്റർ ഷോറൂം. ആ കാണുന്നതാണ്. നമ്മൾ ഇത്രയും ദൂരം നടന്നു വന്നു, പരിപാടി ആരംഭിക്കുന്ന ടൈം കൊണ്ട് നടന്നു വന്നതാണ്. പിന്നെ ഇവിടെ എന്താണ് കണ്ടില്ലേ, നമ്മൾ അവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. ഇവിടെയൊക്കെ കണ്ടില്ലേ, നിറച്ച് വണ്ടികൾ, ബഹളം, ഉത്സവമാണ് കേട്ടോ ഇവിടെ. ശരിക്കും ഇവിടെ ഉത്സവമാണ്. ടാറ്റ എന്താ പറയുക, എൻ്റെ പൊന്നെ വലിയൊരു സംഭവം തന്നെ അല്ലേ ടാറ്റ. അതെ, നമ്മൾ മഹേന്ദ്ര ചെല്ലുമ്പോൾ അവരുടെ യാർഡിലും അതെ ഒരുപാട് വണ്ടികളാണ്. ഇവിടെയാണ് കുറച്ചുകൂടെ കൂടുതൽ എനിക്ക് തോന്നുന്നു. കൊള്ളാം. പരിപാടിയുടെ ആരംഭിക്കുന്നുള്ളൂ, അതായത് ചീഫ് ഗസ്റ്റ് എത്തിയിട്ടില്ല. അപ്പോൾ ആ ഗ്യാപ്പിലാണ് ഞാൻ ഇങ്ങോട്ടൊക്കെ വന്നത്. കാരണം ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു അവസരം കിട്ടില്ല ഇവിടേക്കൊന്നും വരാനായിട്ടേ. അതാണ് ഇവിടെയൊക്കെ നടന്നിങ്ങനെ നിങ്ങളെ കാണിച്ചു തരുന്നത്. ഇതേ വരുന്നു ഒരു ഹാരിയർ. ഇത് ഡാർക്ക് എഡിഷൻ ആട്ടാ. ഡാർക്ക് എഡിഷൻ ഇതേ പോണു. അടിപൊളി, സൂപ്പർ. എന്താ അതിൻ്റെ ലുക്കില്ലേ, അടിപൊളിയല്ലേ. അതുകൊണ്ട് കയറി വരണോ, കൊള്ളാം. നമ്മുടെ ചാനലിൽ ഇതിൻ്റെ ഫുൾ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണേ. ഈ സെയിം വണ്ടി തന്നെയാണ് ഞാൻ ചെയ്തതുകൊണ്ട്. ഇത് ഫിയർലെസ് എഡിഷൻ ആണെന്ന് തോന്നുന്നുണ്ട് ഹാരിയറിൻ്റെ. Curvv is more than just a vehicle. It's a statement of Tata's commitment to innovation, sustainability and customer satisfaction. With Curvv, we have pushed the boundaries of design, technology and performance. We welcome you heartily to the program. Secondly, we thank you, Mrs. Rekha. We are Joint General Manager, Regional Head of South Indian Bank, Thrissur, for her valuable presence in the occasion.
Madam, our launching ceremony is blessed with your precious participation. We welcome you heartily to the program. We welcome Shri Shabiri Girish, Regional Manager of Tata Motors, Shri Prajit Chandran, Territory Manager of Tata Motors, our Director Shri Abdul Kelvi, Shri Manoj D, Finance Controller, Shri Rajiv A, Group General Manager, Shri Binod Sir. Shri Sajit Kumar K, DGM Service, Shri Radhakrishnan A, Admit Manager, Senior Accounts Manager, Sabu PS. Our AGM, Billy Johnson. The customers are the backbone of our business. We heartily welcome all our esteemed customers, banking officials, all automotive enthusiasts, our staff and other participants to the most awaited launching ceremony of the year. നിങ്ങൾക്കറിയാം എങ്കിലും ഞാൻ പറയാം. കാരണം ഞാനിപ്പോൾ പറയുന്ന കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ, ഫേസ്ബുക്കിലായിക്കോട്ടെ, യൂട്യൂബിലായിക്കോട്ടെ, എല്ലാ സ്ഥലത്തും ഉള്ള കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. ബിക്കോസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കർവ് ഓൾറെഡി നമുക്ക് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ ടോപ്പ് 10 ഫീച്ചേഴ്സ് നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, എന്തുകൊണ്ട് കർവ് ഒരു SUV ആണോ? അല്ല, അല്ലാതെ കസ്റ്റമർ പറയണം, ഇവര് പറയട്ടെ. SUV ആണോ? SUV ആണ്. ഞാൻ മൈക്ക് കൊടുക്കാം, ആർക്കും പറയാൻ പറ്റും. SUV ആണോ? കർവ് SUV കൂപ്പേ എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ് SUV കൂപ്പേ? ഞാനിപ്പോ എന്തായാലും അധികം നീട്ടുന്നില്ല. വെച്ചിട്ടുണ്ടെങ്കിൽ മച്ച വെയിറ്റഡ് ആയിട്ടുള്ള ഒരു മൊബൈലിന് വേണ്ടിയിട്ട് നമ്മൾ നിൽക്കുകയാണ്. സോ പ്രസംഗിക്കുന്നതിന്റെ അർത്ഥമില്ല. സോ SUV കൂപ്പേ ഇൻ ദ സെൻസ് നമുക്ക് ടോട്ടൽ SUV ക്വാളിറ്റിയും കിട്ടും, അതേപോലെ തന്നെ നല്ലൊരു ബൂട്ട് സ്പേസ് നമുക്ക് കിട്ടും. 500 ലിറ്റേഴ്സ് ആണ് ആ വെഹിക്കിളിൽ നമുക്ക് ഈ കർവ് എന്നുള്ള വെഹിക്കിളിൽ ഈ നമുക്ക് കിട്ടുന്നത്. പിന്നെ നമുക്ക് സെക്കൻഡ് റോ മടക്കിയിട്ടാണെങ്കിൽ ഏകദേശം 900+ നമുക്ക് കിട്ടും. സോ അതേപോലെ തന്നെ ലെവൽ 2 ADAS ഫീച്ചേഴ്സ് ഉണ്ട്. ADAS ഫീച്ചേഴ്സ് നമുക്കറിയാം, ഡ്രൈവറിനെ സപ്പോർട്ട് ചെയ്യുന്ന ഫീച്ചേഴ്സ് ആണ്. അതിനകത്ത് ലൈൻ ചേഞ്ചിങ് അസിസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഹൈ ബീം അലർട്ട് വരുന്നുണ്ട്, അതേപോലെ തന്നെ ഓവർ സ്പീഡ് ആണെങ്കിൽ അതേപോലെ നമ്മുടെ ട്രാഫിക് സിഗ്നൽസ്, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ആ വെഹിക്കിളിൽ നമുക്ക് കാണിക്കും. പിന്നെ ഈ 2 പവർ ട്രെയിൻ എന്ന് പറയാൻ പറ്റില്ല, 2 മോട്ടോഴ്സിലാണ് വരുന്നത്. ഒന്ന് 45 കിലോവാട്ടിന്റെ മോട്ടറും അതേപോലെ തന്നെ 55 കിലോവാട്ടിന്റെ മോട്ടറും, അതേപോലെ 123 കിലോവാട്ടിന്റെ ഇലക്ട്രിക് മോട്ടറാണ് ആക്ച്വലി ആ വെഹിക്കിളിൽ ഇരിക്കുന്നത്. സോ അതിനകത്ത് നമുക്ക് ഏകദേശം 152 bhp ആണ് പവർ. 45 കിലോവാട്ടിനാണ് നമുക്ക് കിട്ടുന്നത്. 167 bhp നമുക്ക് 55 കിലോവാട്ടിന്റെ വെഹിക്കിളാണെങ്കിൽ കിട്ടും. സോ ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ തൃശ്ശൂർ ടു ബാംഗ്ലൂർ നമുക്ക് സിംഗിൾ റൈഡ് വരും. നമ്മൾ പണ്ട് സംസാരിക്കുന്നത് തൃശ്ശൂർ ടു എറണാകുളം, തൃശ്ശൂർ ടു കാലിക്കറ്റ്. ഇപ്പോൾ ഒറ്റയടിക്ക് പറയാൻ പറ്റും, നമുക്ക് തൃശ്ശൂർ ടു ബാംഗ്ലൂർ നമുക്ക് സിംഗിൾ ചാർജിൽ 55 കിലോവാട്ട് വെഹിക്കിൾസിൽ നമുക്ക് പോകാനായിട്ട് സാധിക്കും. നല്ലൊരു കയ്യടി. Anyway, best wishes to Hyson Motors and Caroline. Thank you. സർ, നമുക്കത് നല്ല കയ്യടി.
അപ്പൊ നമ്മൾ കർവ് ടിവിയുടെ മുന്നിലേക്ക് എത്തിയാണ്. ഇതാണ് ഇതിന്റെ ചാവി വരുന്നത്. ഇതിലൊരു രസകരമായ ഒരു ഫംഗ്ഷനിങ് ഉണ്ട്. ഞാൻ ഇപ്പോ അൺലോക്ക് ചെയ്യണം. കണ്ടില്ലേ, അങ്ങനെ സ്വാഗതം ചെയ്തുകൊണ്ട് ഒരു സംഭവം. നമ്മളിനി ലോക്ക് ചെയ്യുമ്പോൾ അങ്ങനെ ക്ലോസ് ആയിട്ടുള്ള ഒരു സംഭവം. അതെന്തായാലും നല്ല മനോഹരമായിട്ടുണ്ട്. അപ്പോൾ നടനും പ്രൊഡ്യൂസറുമായ അരുൺ ഘോഷ് സാറാണ് ഇതിൻ്റെ ലോഞ്ചിങ്ങിന് എത്തിണ്ടത്. കണ്ടില്ലേ എന്തൊരു മനോഹരമായിട്ടല്ലേ ആ വണ്ടികൾ നിൽക്കുന്നത്. അതുപോലെ തന്നെ റൂഫിലൊക്കെ കണ്ടില്ലേ ആംബിയൻസ് ലൈറ്റ് വരുന്നുണ്ട്, ഡാഷ്ബോർഡിൽ ആംബിയൻസ് ലൈറ്റ് വരുന്നുണ്ട്. ഈ സെഗ്മെൻറ്റിൽ തന്നെ ഇങ്ങനൊരു സെറ്റപ്പ് വേറെ വണ്ടി ഇല്ലയെന്ന് പറയുന്നത്. അതായത് ഇല്ലുമിനേറ്റഡ് ടാറ്റയുടെ ലോഗോ സ്റ്റിയറിംഗ് വീലിൽ വന്നിരിക്കുന്നു, സൂപ്പറായിട്ടുണ്ട്. അത് തന്നെ ഡോറിൽ ആംബിയൻസ് ലൈറ്റ് വന്നിരിക്കുന്നുണ്ട്. അത് വേറൊരു വണ്ടിയിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അതുപോലെ തന്നെ ക്ലൈമറ്റ് കൺട്രോളിൻ്റെ സ്വിച്ചുകൾ, കാര്യങ്ങൾ, LCD ഡിസ്പ്ലേ, ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ ആ ഒരു സൈസും കാര്യങ്ങളും സൂപ്പറായിട്ടുണ്ട്. അതുപോലെ പുറകിലേക്ക് വരുമ്പോൾ കണക്റ്റിംഗ് ആയിട്ടുള്ള ടൈൽ ഗേറ്റാണ് വരുന്നത്. അതൊക്കെ സൂപ്പറായിട്ടുണ്ട്. അതിൽ ടാറ്റയുടെ ആ തള്ളി നിൽക്കുന്ന തരത്തിലുള്ള ആ ലോഗോയും എല്ലാം അടിപൊളിയായിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്തൊരു ഡിസൈനാണ് ഈ കൂപ്പ ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ ഉടൻ തന്നെ വരുന്നതായിരിക്കും. ഈ മുൻവശത്ത് കണ്ടില്ല വെൽക്കമിങ് ലൈറ്റൊക്കെ സൂപ്പറായിട്ടുണ്ടല്ലേ. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് വീഡിയോ ആണ്. ഇതാണ് ഇതിൻ്റെ ബോട്ട് സ്പേസ് കപ്പാസിറ്റി, 500 ലിറ്റർ ബോട്ട് സ്പേസ് കപ്പാസിറ്റി. പിന്നെ ഫ്രണ്ടിൽ കാണുന്ന ഡിസൈനൊക്കെ നല്ല സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോയ്ക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇതിൻ്റെ അടുത്ത വീഡിയോ. അപ്പോൾ ഇതിൻ്റെ മറ്റുള്ള ഫീച്ചേഴ്സും പ്രൈസ് കാര്യങ്ങൾ, അതുപോലെ തന്നെ എത്ര കിലോമീറ്റർ നമുക്ക് മൈലേജ് കിട്ടും, അങ്ങനെയുള്ള ഫുൾ ഡീറ്റെയിൽസ് എല്ലാം കൂടി ചേർത്തിട്ടുള്ള അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഇത്ര നേരം ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഹൈസൻ മോട്ടോഴ്സ് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.